പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂൺ മാസം തിരുഹൃദയ മാസം. തിരുഹൃദയ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയം ഇന്ന് നമ്മൾ യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ഒന്ന് ശ്രവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതമായൊരു കാര്യമാണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. ഹൃദയത്തിൽ എളിമയും അനുതാപവും, ദൈവത്തിലേക്കുള്ള തിരിവ്, അനുതാപം, പശ്ചാത്താപം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, അനുതപിക്കുന്നൊരു ഹൃദയത്തെ, പശ്ചാത്തപിക്കുന്നൊരു ആത്മാവിനെ സ്വർഗ്ഗം എത്രമാത്രം മാനിക്കുന്നു. കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ആത്മാവിനെ, പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയത്തെ ദൈവം എത്രമാത്രം സ്വർഗീയമായി കരുതുന്നു. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ആ കുടുംബത്തിൽ ഒരു മകന് രോഗപീഠ വന്നു. എത്ര ചികിത്സിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ആ രോഗപീഠകളിൽ മാറ്റം കാണാതെ വലഞ്ഞ ആ കുടുംബം ദൈവവചനം കേട്ടപ്പോൾ, ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നൊരു ശുശ്രൂഷകൻ പറഞ്ഞു, നല്ല ഒരു കുമ്പസാരം, അനുതാപം നിറഞ്ഞൊരു ഹൃദയം, നല്ലൊരു കുമ്പസാരം, ഇത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ രോഗാവസ്ഥകളിലും വളരെ പ്രകടമായ വ്യത്യാസം കൊണ്ടുവരും. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അന്തോണി, എൻ്റെ പേര് സ്മാർട്ടിൻ, എൻ്റെ മോനാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. സ്മാർട്ടിൻ. ഇവന് ഒരു കാല് പെട്ടെന്ന് തളർന്നു. തളർന്നു പോയി. അവിടുന്ന് നേരെ അമല ആശുപത്രി കൊണ്ടുപോയി. അമല ആശുപത്രിയിൽ നിന്ന് അവിടെ ശരിയാവണില്ല എന്ന് കണ്ടപ്പോൾ മിഷനിലേക്ക് കൊണ്ടുപോയി. എന്നാ തളർന്നു പോയത്? ജൂലൈ പകുതിയിൽ, 2018 ജൂലൈ. സ്കൂളിൽ പഠിക്കണ്ട? 10ലാണ് പഠിക്കുന്നത്. 10 പഠിക്കുമ്പോൾ 2018
ജൂലൈയിൽ ഇവൻ്റെ വലത് കാലാണോ ഇടത് കാലാണോ? വലത് കാല് രണ്ടും കുറേശ്ശെ. രണ്ട് കാലും കുറേശ്ശെ, വലത് കാല് കൂടുതൽ. രണ്ട് കാലും ശേഷിയില്ലാതെ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുക. എന്നിട്ട് അവിടുന്ന് അങ്ങനെ മിഷനിലേക്ക് കൊണ്ടുപോയി. മിഷനിൽ പോയി അവിടെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല നോക്കാമെന്നും പറഞ്ഞ് നോക്കി. ഒരു 1.5 ആഴ്ചയോളം അവിടെ കിടന്നു. എന്നിട്ടും ഭേദമായി, കുറച്ച് ചെറിയ ഭേദമായി. അങ്ങനെ വീട്ടിൽ പോന്നു. അവിടുന്ന് സ്കൂളിലേക്കൊക്കെ പോക്കോന്ന് പറഞ്ഞു, ശരിയായിക്കോളെന്ന് പറഞ്ഞു. അവിടുന്ന് പോയി 2 ദിവസം സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് വീണ്ടും ഫോൺ വന്നു, കുട്ടിക്ക് ആകെ തളർന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും മിഷനിലേക്ക്. പിന്നെ കുട്ടീനെ സ്കൂളിൽ നിന്ന് വണ്ടിയെ കൊണ്ടുവരേണ്ടി വന്നു. എന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയി. എന്നിട്ട് ആംബുലൻസിലാണ് പിന്നെ യാത്ര. അവിടേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരാഴ്ച അവിടെ കൊണ്ടുചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല, ഞങ്ങളൊന്നുകൊണ്ട് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ പിന്നെയും പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിർത്തി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ പോന്നിട്ട് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. അട്ടപ്പാടി നമ്മുടെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. ഇവിടേക്ക് തന്നെ. ഇവിടെ 5 ദിവസത്തെ ധ്യാനത്തിന് എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് കിട്ടി. ഇങ്ങോട്ട് പോകുന്ന ഞായറും കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ധ്യാനം തുടങ്ങുന്നത്. ഞായറും കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച തൈലാഭിഷേകത്തിൽ പറഞ്ഞു, ബ്രദർ പറഞ്ഞു ഇവൻ കുംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും എന്ന് പറഞ്ഞു. ഇവൻ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് കഴിയുമ്പം ഇവൻ്റെ ശരീരത്തിലെ സർവ്വവ്യാധികളും വിട്ടുപോകുമെന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ബ്രദർ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് പല ബ്രദർമാരും ഒരു വിലയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൊണ്ട് ചോദിച്ചു മാറൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പനപ്പുറത്തിരിക്കുകയാണ്. അപ്പം പറഞ്ഞ് മിഷനെ കൊണ്ടുപോയതാ. എന്നിട്ട് ഒരു വലിയതായി ആംബുലൻസിലാണ് പിന്നെ കൊണ്ടുവന്നത്, സ്കൂളിൽ നിന്ന് പിന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കൊണ്ടുപോയത് ഇനി വേറെ ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ എന്നാണ് ഈ അപ്പൻ ചോദിച്ചതിൻ്റെ അർത്ഥം. മാറുമോ ബ്രദറെ എന്നൊരു ചോദ്യം. അപ്പോഴോ അവിടുന്ന് വീണ്ടും പോയി. എന്നിട്ട് അപ്പം ബ്രദർ എന്ത് പറഞ്ഞു? ഓക്കെ മാറും, അത് കുഴപ്പമില്ല, ഞങ്ങൾക്കത് ശരിക്കും ഇത് കിട്ടി, വെളിപ്പെട്ട് കിട്ടിയിരിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി കുറേശ്ശെ അവന് ഭേദം വെച്ചു. അന്ന് രാത്രിക്ക് തന്നെ അവന്റെ കാലിൽ കുറേശ്ശെ ചലനം ആരംഭിച്ചു തുടങ്ങി. ഇരിക്കാൻ പറ്റി തുടങ്ങി, കൈയോട്ടാൻ പറ്റി തുടങ്ങി. അതിനു മുമ്പ് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇരിക്കും പക്ഷേ അതായിരുന്നു അതിന് മുമ്പുള്ള സ്ഥിതി. ഇത്തിരി നേരം ഇരിക്കും, പിന്നെ വേഗം കിടക്കണം അപ്പാന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തളർന്ന് അവിടെ കിടക്കാൻ നോക്കും. അവിടെയായിരുന്നു അത് മാറി. ചൊവ്വാഴ്ച ഈ ബ്രദർ പറഞ്ഞ അന്ന് രാത്രി തൊട്ട് അവന് കുറച്ച് ജീവൻ വന്നു, അവൻ ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇരിക്കാൻ തുടങ്ങി, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ കുമ്പസാരിച്ചോ? എന്നിട്ട് ബുധനാഴ്ച കുമ്പസാരിച്ചു അവൻ ശരിക്കും. അപ്പൊ അന്ന് രാത്രി ഒരുങ്ങി. അവൻ ഓടിപ്പോയി കുമ്പസാരിക്കാൻ നിന്നില്ല, അവൻ ഒരുങ്ങണം. അന്ന് രാത്രി ശരിക്കും ഒരുങ്ങി ബുധനാഴ്ച പോയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തി. കുമ്പസാരം കഴിഞ്ഞ് പിന്നെ ഇവന് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് വരെ ഒരു അസുഖമില്ല. ഒരു കുഴപ്പമില്ല ഇന്ന് വരെ. അതെ ഇപ്പോഴും അതന്നെ. മോനെ നീ 2 വാക്ക് ശരിക്കും എന്താ നീ മൈക്ക് കൂടെ പറ. എന്താ ശരിക്കും അന്ന് കുമ്പസാരിച്ചതിന് ശേഷം പിന്നെ ക്ലിയർ ആയോ? എന്താണ്ടായത്? എന്റെ അനുഭവം എന്താ? അന്ന് പിന്നെ കാലിന് വേദനയൊക്കെ മാറി. എന്തോ ഒരു തണുപ്പ് വരുന്ന പോലെ കയ്യിന്റെ അവിടെ. കുമ്പസാരം കഴിഞ്ഞപ്പോ ഒരു ശരീരത്തിലേക്ക് എന്തോ ഒരു ശക്തി ഇറങ്ങണോ അല്ലേ, തണുപ്പ് വരണോ അല്ലേ. പിന്നെ കുഴപ്പമില്ല, ഇരിക്കാം, നടക്കാം, പിന്നെ തുള്ളിച്ചാടൊക്കെ ചെയ്യാം. തുള്ളിച്ചാടാം. അന്ന് രാത്രിക്കാണ് തുള്ളിച്ചാടിയുള്ള പാട്ട്. ഇവിടെ കിടന്ന് തുള്ളിച്ചാടുകയായിരുന്നു. പിന്നെ അന്ന് ഇവിടെ ചാട്ടത്തോട് ചാട്ടം. നിങ്ങൾ ഇരിക്കുക അവിടെ വസന്ത വിളിച്ച താറാവിനെ പോലെ. ഇവിടെ കുട്ടികൾ ചാടി മറിയ. ആ കുട്ടിയുടെ പേര് തന്നെ സ്മാർട്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്മാർട്ടിൻ. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെൺകുട്ടികൾക്ക് സ്മാർട്ടി എന്നില്ല, ആൺകുട്ടികൾക്ക് സ്മാർട്ടിൻ. രണ്ട് വിശുദ്ധ, ഒരു വിശുദ്ധന് പുതിയൊരു വിശുദ്ധ ഉണ്ടാകട്ടെ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തുള്ളിച്ചാടി. ഇപ്പൊ കാലൊക്കെ എങ്ങനെയുണ്ട്? തുള്ളിച്ചാടാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, ചാടിക്ക്. ഒരു കുഴപ്പമില്ല. അന്ന് രാത്രി തന്നെ ഇതുപോലെ ചാടിയില്ലേ? ബുധനാഴ്ച രാത്രി കുമ്പസാരം കഴിഞ്ഞ് അന്ന് തന്നെ ചാടിയില്ലേ? അന്ന് കൈയൊട്ടി ചാടി പാടി കളിച്ചു. അന്ന് കൂട്ടത്തിൽ അപ്പനുണ്ടായിരുന്നു. ഞാനും കൂടി സാക്ഷിയാണ് നിൽക്കുന്നത്, വെറുതെ ഒന്നും പറയണതല്ല.
ഫ്രീസ. പിന്നെ ഇന്ന് വരെ കുഴപ്പമില്ല അല്ലേ? ഇല്ല. നോക്കിയേ ഉണ്ടായ സംഭവം കണ്ട. ഫ്രീസ ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തൊരു സംഭവം നോക്കി. ആ ബ്രദർ ആൾ ഉഗ്രനാണല്ലോ. ഫ്രീസ ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിക്കും ഇത് എന്തൊരു വലിയ അത്ഭുതം അല്ലേ? രണ്ട് കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുന്നു. വെള്ളക്കുതിര വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിര വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ദൈവം നമുക്ക് ദാനമായി തരും. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവെ, ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് അറിയാൻ, ഈശോയുടെ സ്നേഹം അറിയാൻ, അനുതാപത്തെക്കുറിച്ച് അറിയാൻ, നിത്യജീവനെക്കുറിച്ച് അറിയാൻ, സ്വർഗത്തെക്കുറിച്ച് അറിയാൻ, ഈശോയെ അറിയാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കരങ്ങളെ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന സത്യരൂപിയാമിത്യ ദൈവമേ, സത്യരൂപിയാമിത്യ ദൈവമേ, സത്യരൂപിയാമിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ, കത്തിപ്പടരണമിവിടെ, കത്തിപ്പടരണമിവിടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യേശുവിൻ്റെ തിരുഹൃദയം ജൂൺ മാസത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്ന, നമ്മൾ പ്രത്യേകം ധ്യാനിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയം, തിരുഹൃദയ ഭക്തി. ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് സ്വർഗത്തിൽ നിന്നൊരു ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം ചൊരിയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന മാസമാണ് ജൂൺ മാസം മുഴുവൻ. പ്രത്യേകം നൊവേനകളും പ്രാർത്ഥനകളെല്ലാം നാം ആ മാസം ചൊല്ലി പ്രാർത്ഥിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം, അതിൽ 34-ഉം 35-ഉം തിരുലിഖിതങ്ങൾ. അതിലിങ്ങനെ പറയുന്നു: എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട് അയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ തിരുവിലാവിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠ, കുടുംബ പ്രതിഷ്ഠ പ്രാർത്ഥനകളൊക്കെ നാം ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന് തിരുഹൃദയം നമുക്ക് പകർന്നു തരുന്നൊരു സന്ദേശം അവിടെ നിന്ന് ഒഴുകുന്ന വലിയ സ്നേഹത്തെയാണ്. യേശുവിൻ്റെ ഹൃദയത്തെ നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അനുതാപം, ദൈവസ്നേഹം, ഭക്തി, ആരാധന, വിധേയത്വം ഇതെല്ലാം നമ്മളിലേക്ക് നിറയും. ക്രൂരമായിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയങ്ങൾ മാംസളമായി മാറാൻ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ഭക്തി നമ്മളെ സഹായിക്കും. ഓരോ കുടുംബങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണാം, അവിടെ ആ കുടുംബത്തിൽ ഒരു ചിത്രമുണ്ടാകും, യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിലേക്ക് കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. കാരണം ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളെയും ഈശോ സ്നേഹിക്കുകയാണ് ചെയ്തത്. തിരുവചനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റും, അവിടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന പാപികൾ, ബലഹീനർ, ആകുലർ, അതുപോലെ സമൂഹത്തിൽ തഴയപ്പെട്ടവർ, പൈശാചിക ബാധയുള്ളവർ, പ്രത്യേകിച്ച് വ്യഭിചാരം, അതുപോലെയുള്ള ജഡത്തിൻ്റെ ആസക്തിയിൽ കുടുങ്ങിക്കിടന്നവരെ ഒന്നും ഈശോ അവരെ നീ ശപിക്കപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ നീ ഈ സമൂഹത്തിൽ കൊള്ളരുതാത്തവനെന്ന് പറയുന്നില്ല. മറിച്ച് അവരെയെല്ലാം യേശുനാഥൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ സ്നേഹത്തിലേക്ക് അവരെ മുക്കിയെടുക്കുകയാണ് ചെയ്തത്. അവർ ഈശോയുടെ സ്നേഹത്തിൽ ഒന്നുചേർന്ന് പിന്നീട് പുതിയ സൃഷ്ടികളായി മാറി. ഇതുപോലെ നാം ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയും. കഠിനമായിട്ടുള്ള പാപികൾ മാനസാന്തരത്തിലേക്ക് വരും. സംഗീത പുസ്തകം അതിൽ 28-ാം അധ്യായം 7-ാമത്തെ ലിഖിതം പറയുന്ന ഇങ്ങനെയാണ്: കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. കർത്താവിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുക, സന്തോഷിക്കണം. അവിടുത്തെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കണം. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അതിൽ 15-ാം അധ്യായം 13-ാമത്തെ ലിഖിതം പറയുന്ന എങ്ങനെയാണ്: സന്തുഷ്ട ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവത ഉന്മേഷത്തെ കെടുത്തുന്നു. യേശുക്രിസ്തുവിന് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഉന്മേഷവും നമ്മുടെ മുഖത്ത് ആത്മാവിൻ്റെ ഒരു അഭിഷേകവും കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹമായിരുന്നു. നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച വചനം, പടയാളികൾ വന്ന് അതിൽ ഒരുവൻ ഈശോയുടെ വിലാപ്പുറത്ത് കുത്തി. ആ കുത്തിയ പടയാളിയുടെ പേരാണ് ലോങ്കിനോസ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്: ലോങ്കിനോസ് എന്ന് പറയുന്ന ആ പടയാളിയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല. പടയാളികൾ വന്ന് ഇരു സൈഡിലും നിന്നിരുന്ന 2 കള്ളന്മാരുടെ കണങ്കാലുകൾ അടിച്ചു തകർത്തു. ഈശോ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ ആ ഈശോയുടെ കണങ്കാലുകൾ അവർ തകർത്തില്ല. അതുപോലാണ് ലോങ്കിനോസ് ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നത്. ആ വിലാപ്പുറത്ത് നിന്ന് അപ്പോൾ ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി രക്തവും അവിടുന്ന് ഒഴുകി വന്നു. അതിൽ ഒരംശം ഈ ലോങ്കിനോസിൻ്റെ കണ്ണിലേക്ക് പതിക്കുകയാണ്. ആ അന്ധൻ്റെ കണ്ണ് അപ്പോൾ അവിടെ വെച്ച് തുറന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്, കാരണം ഈശോ മരണത്തിലും അവൻ്റെ അവസാനത്തെ തുള്ളി രക്തവും ദൈവജനത്തിന് സ്നേഹമായി പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യ ഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തിന് വലിയ കൃപകളും അഭിഷേകങ്ങളും ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഒരു മെയ് മാസം ഇവിടെ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷ. ആ ശുശ്രൂഷ കഴിഞ്ഞ് ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയാണ്: അച്ഛാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ അമ്മച്ചി പ്രാർത്ഥിക്കാം. അമ്മച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അച്ഛാ ഒരു കാര്യം കൂടെ അച്ഛൻ ഓർക്കണം, എനിക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവനെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തി, അവന് വിവാഹം കഴിഞ്ഞു, അവരൊരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, എൻ്റെ മകന് എന്നോട് ഭയങ്കര വെറുപ്പാണ്. അവൻ എൻ്റെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ ചെറിയും ചീത്തയും എല്ലാം മോശമായ വാക്കുകളാണ് എന്നെ നോക്കി പറയുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പല സമയങ്ങളിൽ അവൻ കൈ ഉയർത്തി എന്നെ അടിക്കാനായിട്ടൊക്കെ എന്നെ ഓങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടമാണ് അച്ഛാ, അവൻ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? സ്വർഗത്തിൽ അവന് യേശുവിൻ്റെ സന്നിധിയിൽ എത്താൻ പറ്റുമോ? അവൻ വലിയ ക്രൂരമായ പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ മകനെ നേടിയെടുക്കണം. അച്ഛാ, ഞാൻ എന്ത് പ്രാർത്ഥനയാണ് എൻ്റെ മകനെ നേടിയെടുക്കാൻ ചെയ്യേണ്ടത്?
മെയ് മാസം അവസാനമായതുകൊണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ഉൾവിളി പോലെ പറഞ്ഞു തന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അടുത്ത മാസം നമ്മൾ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമല്ലോ അമ്മച്ചി ഒരു കാര്യം ചെയ്യുക, ഈ ദിവസങ്ങളിൽ മുഴുവൻ എല്ലാ ദിവസവും രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് അമ്മ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വേറൊന്നും മകനോട് പറയാൻ നിൽക്കണ്ട, മകനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടു. ആ അമ്മ ഇവിടുന്ന് പോയി. ജൂൺ മാസം കഴിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും അമ്മയെ കാണുമ്പോൾ പറയാണ്, ജൂൺ മാസം അവസാനം ഈ മകൻ എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒരു ദിവസം ഈ മകൻ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നാൽ ഞാൻ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു, എനിക്കത് ബോധ്യം കിട്ടി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു എന്ന് ആ അമ്മ പറഞ്ഞു. ഒരു ധ്യാന പ്രസംഗത്തിലൂടെ അല്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് തൻ്റെ മകനെ സമർപ്പിച്ച് ത്യാഗമെടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി. ഇതുപോലെ തിരുസഭയിൽ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച അനേക വിശുദ്ധാത്മാക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് വിൻസെൻഷൻ സഭയിലെ അംഗമാണ്. മാർഗ്രറ്റ് മേരി അലക്കോക്ക് ആ വിശുദ്ധ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ഉത്തമമായ ഭക്തി, ആദരവ്, ആരോടും യേശുക്രിസ്തുവിൻ്റെ ഭക്തിയെക്കുറിച്ച് പ്രചരിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിച്ച ഈ വിശുദ്ധയായ സിസ്റ്ററിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു, നീ എൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ അവർക്ക് 12 അനുഗ്രഹങ്ങൾ, അങ്ങനെ 12 അനുഗ്രഹങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പറ്റും. ഒന്നാമതായി നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ജീവിതത്തിലെ എല്ലാ മേഖലകളും കൃപകൾ കൊണ്ട് നിറയും. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ മേരി അലക്കോക്ക് പറയുന്നത് എങ്ങനെയാണ്, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൃപ കൊണ്ട് നിറയും. ഇനി കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ സമാധാനം അവിടുന്ന് സ്ഥാപിക്കും. വീണ്ടും പ്രലോഭനങ്ങളെ നേരിടുന്നവർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട സഹായം അവിടുന്ന് നൽകും. ഇനി ഒരു ദൈവപൈതലിന് ജീവിതത്തിൽ തിരുഹൃദയത്തിനോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിനോട് ഭക്തിയുണ്ടെങ്കിൽ ജീവിതകാലത്തും പ്രത്യുത മരണനേരത്തും അവൻ്റെ ആത്മാവിനെ താങ്ങി നിർത്തും എന്നാണ് വിശുദ്ധ പറയുക. വീണ്ടും ഒരു ദൈവഭക്തൻ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ അവൻ എല്ലാ ആഗ്രഹങ്ങളും യേശുക്രിസ്തു നേരിട്ട് സാധിച്ചു കൊടുക്കും. അതുപോലെ കഠിനമായ പാപികൾ, നിങ്ങളുടെ കുടുംബത്തിൽ ചിലർ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരുന്നില്ല, അവരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. കരുണപാപികൾ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ അവരെ എൻ്റെ കരുണയുടെ കടലിൽ മുക്കിയെടുക്കും എന്നാണ് ഈശോ പറയുക. അതുപോലെ തന്നെ മറ്റൊരു നിർജീവ അവസ്ഥയിൽ പ്രാർത്ഥനയില്ല, ഒരു പ്രത്യേക അവസ്ഥ, ഒരു യുക്തിവാദികളായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുക. തണുത്തുറഞ്ഞ ആത്മാക്കളെ അവിടുന്ന് ചൂടുപിടിപ്പിക്കും. അതുപോലെ ആ ചൂട് പിടിച്ച ആത്മാക്കൾ വിശുദ്ധിയിലേക്കും പുണ്യപൂർണ്ണതയിലേക്കും അവിടെ നയിക്കും. അതുപോലെ തിരുഹൃദയത്തിൻ്റെ രൂപം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും ആ രൂപം വച്ചിരിക്കുന്ന സ്ഥലങ്ങളെ മുഴുവൻ അവിടുന്ന് അനുഗ്രഹിക്കും എന്നാണ് ഈശോ ആ വിശുദ്ധിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുപോലെ തന്നെ വൈദികരും സമർപ്പിതരും യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ വണങ്ങുമ്പോൾ എല്ലാ കഠിന ഹൃദയരെയും ആ വൈദികർക്ക് നേടാൻ പറ്റും. പ്രത്യേകിച്ച് പാപികളും ബലഹീനരെയൊക്കെ നേടാനായിട്ട് വൈദികർക്കും സമർപ്പിതർക്കും പറ്റും. അതുപോലെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളൊരാൾ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു 9 മാസം മുടങ്ങാതെ, നമുക്കറിയാം എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച നമ്മളെ കുടുംബങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കും. അങ്ങനെ 9 മാസം മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കർത്താവ് പ്രത്യേകം താങ്ങുമെന്ന് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് അവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മനസ്താപപ്പെട്ട്
പാപമോചനം നേടാനും അങ്ങനെ നല്ല ശാന്തമായ ഒരു മരണത്തെ ആശ്ലേഷിക്കുവാനും അവർക്ക് സാധിക്കും എന്നാണ് വിശുദ്ധ പറയുക. അങ്ങനെ 12 അനുഗ്രഹങ്ങളാണ് തിരുഹൃദയ ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന അനേക വിശുദ്ധരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വീണ്ടും മറ്റൊരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ബെനവെഞ്ചർ. തിരുഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഭക്തി ദൈവജനങ്ങൾക്ക് പങ്കുവെച്ച് കൊടുത്ത വിശുദ്ധ ബെനവെഞ്ചർ. അതുപോലെ തന്നെ വിശുദ്ധ ജത്രൂദ്. ഇവരെല്ലാം ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ചൈതന്യം സ്വീകരിക്കാൻ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് ഒഴുകുന്ന വലിയ ചൈതന്യം കർത്താവ് നമുക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് നമ്മൾ ചേർന്ന് വെക്കുമ്പോൾ ഈശോയുടെ സ്നേഹം മുഴുവൻ നമ്മളിലേക്ക് പകർന്നു കിട്ടും. ഇന്ന് കുടുംബങ്ങളിൽ സമാധാനമില്ല, അസ്വസ്ഥത, പ്രാർത്ഥനയില്ല, മക്കൾ പല വഴിക്ക് തിരിഞ്ഞു പോകുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനം, അത് നമ്മൾ പറഞ്ഞിട്ടോ നമ്മുടെ വാക്കുകൊണ്ടോ അവരെ നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ നേരിട്ട് വന്ന് പ്രവർത്തിക്കും എന്നാണ് വചനം പഠിപ്പിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം യേശു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. അതുകൊണ്ട് ഈ ഒരു മാസക്കാലം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നൊവേനയും പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ ഹൃദയം അവിടുത്തോട് ചേർത്ത് വെക്കുന്നു. ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം എന്നിലേക്ക് നിറയണം. അപ്പോൾ മാനസാന്തരവും അനുതാപവും വിശുദ്ധിയും കൃപയും ചൈതന്യവും ദൈവസ്നേഹവും കൊണ്ട് നിങ്ങൾ നിറയും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ആ തിരുഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹം മുഴുവൻ ആസ്വദിക്കാൻ നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമുക്ക് വേഗം പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ഭക്തിപൂർവം ഈ സമയം നമ്മുടെ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും നാം അധിവസിക്കുന്ന പ്രദേശങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയാവുന്നതുപോലെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. അച്ഛൻ ഇവിടെ പ്രാർത്ഥനകൾ ചൊല്ലും, എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ.
ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തുടർന്ന് പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബത്തെ ആശീർവദിക്കുകയാണ്. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. ഇപ്പോൾ പരിശുദ്ധ കുർബാന ഉയർത്തി കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് രാജാവായി വാഴണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ. എല്ലാം എൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനീശോ. എല്ലാം എൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനീശോ. എൻ്റെ ജീവന്റെ ജീവനീശോ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ?